CMA USA പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങൾ. ഫസ്റ്റ്, കോൺസെപ്റ്റ് ലേണിംഗ്. CMA USA പഠിക്കേണ്ടത് ബൈഹേർട്ട് ചെയ്തിട്ടല്ല, പിന്നെ എങ്ങനെയാ, കോൺസെപ്ച്വലിയാണ്. അതുകൊണ്ട് തന്നെ ഈ കോൺസെപ്റ്റ് ക്ലാരിറ്റി നിങ്ങൾക്ക് പറഞ്ഞു തരാൻ സാധിക്കുന്ന എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സിൽ നിന്ന് വേണം CMA USA പഠിക്കാൻ. The interesting information which I again got it from Logic in the last 2 bites or exam segments, almost 80% of students who wrote the exam cleared the CMA exams, which clearly talk about the commitment of students as well as the faculty and management in building the future-proof finance leaders. Second is പ്രാക്ടിക്കൽ നോളജ് ആൻഡ് സ്കിൽസ്. ചാർട്ടേഡ് അക്കൗണ്ടൻസി പോലെയുള്ള ഇന്ത്യൻ കോമേഴ്സ് പ്രൊഫഷണൽ കോഴ്സ് പാസ്സാവുന്ന സ്റ്റുഡൻസ് പാസ്സായി കഴിയുമ്പോൾ തന്നെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ബെറ്റർ സാലറിയിലൂടെ, ബെറ്റർ പ്രൊഫൈലിലൂടെയാണ്. എന്തുകൊണ്ടാണ്? മെയിൻ റീസൺ ആർട്ടിക്കിൾഷിപ്പ് അല്ലെങ്കിൽ ഇന്റേൺഷിപ്പ്. ഈ കാലഘട്ടത്തിൽ അവർ നേടിയെടുക്കുന്ന പ്രാക്ടിക്കൽ നോളജ്, മറ്റ് സ്കിൽസ്, ഇതാണ് ഒരു ബെറ്റർ കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ അവരെ ഹെൽപ്പ് ചെയ്യുന്നത്. CMA USA വരുമ്പോൾ നമ്മളും ഈ എക്സ്പീരിയൻസ് നേടിയെടുക്കണം. എങ്ങനെയാണ്? ഓൺ ദ ജോബ് ട്രെയിനിങ്ങിലൂടെ. ഓൺ ദ ജോബ് ട്രെയിനിങ് എന്ന് പറയുമ്പോൾ കോർപ്പറേറ്റിലേക്ക് തിയറട്ടിക്കൽ നോളജ് മാത്രമുള്ള സ്റ്റുഡൻസിനെ പലപ്പോഴും അവർ വെൽക്കം ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ CMA USA ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞ് ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പ് ഈ പ്രാക്ടിക്കൽ നോളജ്, മറ്റ് സ്കിൽസ് നമ്മൾ നേടിയെടുത്തെന്ന് എൻഷുർ ചെയ്തിരിക്കണം. ഇപ്പോൾ കേരളത്തിൽ തന്നെ ഇപ്പോൾ CMA USA പ്രൊവൈഡ് ചെയ്യുന്ന കുറേ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. പക്ഷേ ലോജിക് എന്നോട് സെലക്ട് ചെയ്ത് വെച്ചാൽ ലോജിക് എന്ന് പറഞ്ഞാൽ CMA USA മാത്രമല്ല, കോഴ്സ് മാത്രമല്ല ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിന്റെ കൂടെ നമുക്ക് അഡീഷണൽ പ്രോഗ്രാംസ് കൂടി ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ നമുക്ക് 6 ദിവസത്തെ CIP ഇന്റേൺഷിപ്പ് പ്രോഗ്രാം ഉണ്ടായിരുന്നു. പിന്നെ ലോജിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ് പെർസെന്റേജ് കൂടുതലായിരുന്നു. അതുകൂടി നോക്കിയിട്ടാണ് ലോജിക് സെലക്ട് ചെയ്യുന്നത്. Third is placement support. CMA USA ഒരു ഇന്റർനാഷണൽ കോമേഴ്സ് പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ആണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് മൾട്ടിനാഷണൽ കമ്പനീസിലും ബിഗ് 4ലും ഔട്ട്സോഴ്സിംഗ് കമ്പനികളിലുമാണ്. CMA USA പാസ്സായി കഴിയുമ്പോൾ ഈ പറയുന്ന പ്രാക്ടിക്കൽ നോളജ് ഒക്കെ നേടിയെടുത്തതിന് ശേഷം ഇത്തരം കമ്പനികളിൽ നിങ്ങളെ കണക്ട് ചെയ്യാൻ സാധിക്കുന്ന, പ്ലേസ്മെന്റിന് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്ന സ്ഥാപനങ്ങളിൽ വേണം നിങ്ങൾ CMA USA ചെയ്യാൻ. എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടും നോക്കി, പാസ് പെർസെന്റേജ് നോക്കി, ഫ്രണ്ട്സ് ത്രൂ അന്വേഷിച്ച്, അപ്പം ഞങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് തോന്നിയത് ലോജിക് ആയിരുന്നു. ലോജിക്കിന്റെ തന്നെ പ്ലേസ്മെന്റ് പ്രോഗ്രാം ആണ് ലോജിക് ടാലന്റ് ഹണ്ട്. സോ ലോജിക് ടാലന്റ് ഹണ്ട് ത്രൂ ആണ് ഞങ്ങൾക്ക് ഇന്റർവ്യൂസ് എല്ലാം കിട്ടിയിരുന്നത്. അങ്ങനെയാണ് എനിക്ക് സർവീസ് നൗ കമ്പനിയിൽ നിന്ന് ഇന്റർവ്യൂ കിട്ടിയത്. അവര് എല്ലാ സ്റ്റെപ്സിലും അവർ നമ്മളെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വളരെ ഫ്രണ്ട്ലിയാണ് എല്ലാവരും. ലോജിക്കിലെ എല്ലാവരും വളരെ ഫ്രണ്ട്ലിയാണ്. എന്തും നമുക്ക് അവരോട് ഓപ്പൺ ആയിട്ട് സംസാരിക്കാം.